അപ്പോൾ അങ്ങനെ ഗാർഡനിങ് തുടങ്ങി. കുട്ടികളെല്ലാവരും കൂടിയിട്ട് സഹായിക്കുന്നുണ്ട് നമ്മളെ. അപ്പോൾ അരിനന്ദി ഉണ്ട്, അർണവുണ്ട്, പിന്നെ വേദയും കൂടിയിട്ടുണ്ട് അല്ലേ? എന്താണ് ചെയ്യുന്നത് എല്ലാവരും കൂടിയിട്ട്? ഗാർഡനിങ്. ഓക്കെ, മണ്ണ് നിറച്ച് തരാം കേട്ടോ ചട്ടിയിൽ. ഞങ്ങളുടെ സ്മോൾ പോർഷൻ ഇവിടെ കുറച്ച് ആദ്യം ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ ഉണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് ഫുൾ ഏരിയ ചെടികൾ തന്നെയായിരുന്നു. പിന്നെ സമ്മർ സീസണായി, അപ്പോൾ എല്ലാം കരിഞ്ഞു പോയി. അപ്പോൾ വീണ്ടും ഞങ്ങൾ അപ്പോൾ നമ്മൾ നാട്ടിൽ പോയപ്പോഴാണ് അതൊക്കെ കരിഞ്ഞു പോയി. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യുന്ന വേദിയാണ്. ആര്യ, ഹലോ, ഹായ്. അരിനന്ദ, അർണ, ഓക്കെ ഓക്കെ ദെൻ. അപ്പോൾ കുട്ടികളങ്ങനെ മണ്ണൊക്കെ നിറച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിൽ ചട്ടിയും മണ്ണൊക്കെ ആയിട്ട് എത്തി. ഓ മൈ ഗോഡ്, ഇതാണ് ഞങ്ങൾ സ്മോൾ ഗാർഡൻ. ഇപ്പം ആക്കി വരുന്നുള്ളൂ കേട്ടോ, കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് കുഞ്ഞ. ഓക്കെ ഓക്കെ, നനയ്ക്കും. പ്ലാന്റ് ചെയ്യാൻ പോവാണേ. ഓക്കെ മതി, ഓക്കെ അറിഞ്ഞ ഇനി മണ്ണിട്ടോളൂ. മതി മതി മതി, ഇങ്ങനെ ഇങ്ങനെ കുറച്ച് മണ്ണിട്ടെ. ഇത് തക്കാളിയുടെ തൈയാണ് കേട്ടോ. ഓക്കെ അർണ. അങ്ങനെ അർണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മതി കൂട്ടം. അപ്പോൾ ഗായ്സ്, പ്ലാന്റിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു നേരമായി. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ മുകളിൽ സൺസെറ്റിൻ്റെ സമയത്ത് ഒരു വല്ലാത്തൊരു ലുക്കാണ്. ആ ഒരു വൈബ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും നേരിട്ട് കാണാനാണ് കൂടുതലും ഭംഗി. വീഡിയോയിൽ അത്ര ഭംഗിയൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ, സൂര്യനൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. കുറച്ചും കൂടി മുന്നെടുക്കേണ്ടതായിരുന്നു വീഡിയോ, അപ്പോൾ അതിലും ഭംഗി ഉണ്ടാവും. ഇപ്പോഴും ഭംഗിക്കുറവൊന്നുമില്ല. ഒരു വാതി കാണോ? ഇവിടെ ഒരു വാതി ഉണ്ട്, പക്ഷെ കാണുന്നില്ല. ഞാൻ നെക്സ്റ്റ് ടൈം കാണിച്ചു തരാം. അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ അവൻ്റെ മോള് പറഞ്ഞ പോലെ ഇവിടെ ആദ്യം നിറയെ ചെടികളായിരുന്നു. ഈ ഏരിയ മൊത്തം ചെടിയായിരുന്നു. അമ്മയായിരുന്നു ഫുള്ള് നോക്കിയിരുന്നത്. അപ്പം നല്ല കുറേ ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പച്ചക്കറി തോട്ടമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഇവിടെ സമ്മർ സീസൺ ആയപ്പോൾ ആ ചെടികളെല്ലാം പോയി. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഇനി വീണ്ടും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ, ചെടിയോടുള്ള ഇഷ്ടം കൊണ്ട് വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ഇതാ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ തക്കാളിയാണ്, അയ്യടാ പൂവിടണ കണ്ട ഭയങ്കര സന്തോഷം കേട്ടോ അത് കാണുമ്പോഴേ. ഇനി ചെയ്യൂല എന്നൊക്കെ വിചാരിച്ചു ഞാൻ. എന്ത് ചെയ്യാനാ, സമ്മർ ആകുമ്പോൾ ഇവരൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് വിഷമമാവും സത്യം പറയാലോ. എനിക്കാണെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്നും എൻ്റെ കൂടെ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ലൈഫല്ലേ, അങ്ങനെയല്ലല്ലോ. അപ്പോൾ വി ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ് യു. അപ്പോൾ ഇതാണ് നമ്മുടെ മക്കൾ, സുന്ദരി മക്കളാട്ടോ. അത് ചീര കണ്ടില്ലേ, ചുവന്ന ചീരയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. ഒന്നാമത് ഇവിടെ ചീര, പിന്നെ ഇതിൻ്റെ ഇടയിൽ അരളിയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വെച്ച് തുടങ്ങിയുള്ളൂ. എനിക്ക് പറ്റുന്നില്ല, ചെടികളില്ലാണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു ദിവസം മണ്ണൊക്കെ കൊണ്ടുവന്നു, ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തു. ഇപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ആയി. അരളിയാണ് ഇവിടെ ആകെ ഉണ്ടാവണ, അരളിയും പിന്നെ നമ്മുടെ 10 മണി പൂവില്ലേ, അത് സമ്മറിലും ഉണ്ടാവും. അപ്പോൾ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. പിന്നെ അങ്ങനെ വെച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ പച്ചക്കറിയും സ്റ്റാർട്ട് ചെയ്യാം. ദേ നമ്മുടെ 10 മണി ബാർബർ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ചെടീനെ. ഒരു കുഞ്ഞി തണ്ടാണ് കൊണ്ടുവന്നത്. ചിരിച്ചിരിക്കണേക്ക് എൻ്റെ ഇലയൊക്കെ കണ്ടോ, ഹായ്, നല്ല ഗ്രീനായിട്ടിരിക്കണം. ഇനി സത്യം പറഞ്ഞാൽ ഒരു ചിലവുമില്ല കേട്ടോ. താഴെ കണ്ടില്ലേ, താഴെ കണ്ട ആ മണ്ണാണ് കൊണ്ടുവന്നിട്ട് അതിൽ നട്ടതാണ് ഇവരൊക്കെ. അല്ലാണ്ട് വേറൊരു അഡീഷൻ ചിലവോ അതിന് കുറേ കെയറിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ല. കുറച്ച് സ്നേഹം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കും എന്തൊരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കാണുമ്പോഴേ നമുക്ക് ഭയങ്കര
സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മുകളിലേക്ക് വരുമ്പോൾ എനിക്ക് തുണി ഇടാനാണ് ടെറസ്മേലേക്ക് വരുന്നത്. അപ്പോൾ ആ മുകളിൽ വരുമ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചിരിച്ച് നിൽക്കണ പോലെ തോന്നുക. ചിരിച്ച് നമ്മൾ വാം വെൽക്കമിങ് ആണ്. അപ്പോൾ അങ്ങനെ തോന്നും. അങ്ങനെ ഒരു ചെറിയൊരു സന്തോഷമാണ് അത് കാണുമ്പോൾ തന്നെ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആകെ കുറച്ചേ ഉള്ളൂ, എന്നാലും ഒരു ഗ്രീൻസും പൂവും ഒക്കെ കാണുമ്പോൾ പച്ചല തന്നെ കണ്ടാൽ മതി. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ കുഞ്ഞിത്തോട്ടം. മൈ സുന്ദരീസ്. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മുടെ കുട്ടികൾ 3 ആളും കൂടിയിട്ട് ചട്ടിയിൽ മണ്ണ് നിറച്ചു. അതിന് ശേഷം വെള്ളം നിറയ്ക്കുന്നുണ്ട്. മണ്ണൊന്ന് നനയ്ക്കുകയാണ് കേട്ടോ. ആദ്യം മണ്ണ് നനച്ച് കുതിരാൻ എടുക്കട്ടെ. ഓക്കെ, മണ്ണ് ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായി നനയ്ക്കണം. അപ്പോൾ അതുപോലെ നന്നായി നനച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ 3 കുട്ടികളും ഇതാ ചെടി നടാൻ ഇവിടെ റെഡിയായി. ചട്ടിയിൽ മണ്ണ് നിറച്ച് വെള്ളം ഒഴിച്ച് ഇതാ അപ്പോൾ ചെടീന് 10 മണീനെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് അതിലേക്ക് നടാണ് ഇപ്പോൾ. ഓക്കെ, പ്ലാന്റിങ് എന്നാൽ ശരിക്കും പറഞ്ഞാൽ സന്തോഷമുള്ളൊരു ആക്ടിവിറ്റിയാണ്. കുട്ടികൾക്ക് ആ കഴിവുകളൊക്കെ നമ്മളത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കും നാളെ ഫ്യൂച്ചറിൽ ഇതുപോലൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതന്നെ, ഇത് വേറൊരു 10 മണി അല്ല, വേറെ ടൈപ്പ് 10 മണിയാണ്. ഇതിൻ്റെ ഇല കണ്ടില്ലേ, ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഇല, ഇതിൻ്റെ ലീവ്സ് കണ്ടില്ലേ, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ആദ്യം ഇതുപോലെ 2 കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ, 2 തണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഇത്രയും അധികം 10 മണികൾ നമ്മൾ ഉണ്ടാക്കിയത്. ഇവിടെ വിരിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, സുന്ദരികളായിട്ടിരിക്കണുണ്ടോ. അതുപോലെ ഒരു 2 തണ്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തതാ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് കുട്ടികൾ അതിന് ചെടീനെ നട്ടു. അപ്പം നമുക്കിത് ഇതാണ് സംഭവം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ അർണവാണ് ഈ തക്കാളീനെ നടണത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ നടന ഒരു സ്റ്റൈലാണ്. ഞാൻ വെച്ചിട്ട് ഇത് ഉണ്ടാവില്ല, അത് ഞെക്കി പിഴിയായിരുന്നു ആക്ച്വലി. പക്ഷെ ഇവിടെ നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്ന തന്നെ ഉണ്ട്, നല്ല ഉഷാറായിട്ട് തന്നെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ 1 വീക്ക് കൊണ്ട് കണ്ടില്ല അവിടെ ഇത്രയും വലുതായി. ഇതാ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സത്യം പറയാലോ, ചെടി നടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. കണ്ട. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് വീഡിയോ വരുന്നത്. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു കിഡ്സ്. സേ ഹായ്. ബൈ. ഇങ്ങനൊരു വൈൻഡപ്പ് ചെയ്ത് ബായ് പറഞ്ഞിട്ട്. ഓക്കെ, അർണവ്ജിയും അവനും ഒരു ആഗ്രഹം, എനിക്ക് ഇനിയും ചെടി നടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനൊരു അവസരം കൊടുത്തിരിക്കുകയാണ്. അർണവ് അങ്ങനെ നട്ടെ, കുഴിച്ചിട്ട് ഓയ്. ഓക്കെ ഓക്കെ അർണവ്, ഹാപ്പി ആയോ? Say everybody bye. Okay. Arna, happy?